കൃപമേൽ കൃപയാർന്നിടുവാൻ നമ്മൾ പരമപദം ചേർന്നിടുവാൻ. കൃപമേൽ കൃപയാർന്നിടുവാൻ നമ്മൾ പരമപദം ചേർന്നിടുവാൻ. ധരയിൽ നടന്നതൻ ശരണം നിങ്ങൾക്കാരോടും ശാശ്വത ശരണം. ധരയിൽ നടന്നതൻ നിങ്ങൾക്കാരോടും ശാശ്വത ശരണം. അല്ലും പകലും മുൻപിൽ പവൻ തുണയാൽ. അല്ലും പകലും മുൻപിൽ പവൻ തുണയാൽ. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ല താൻ രുചിച്ചറിവിൻ. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ല താൻ രുചിച്ചറിവിൻ. സ്തോത്രം. കർത്താവിന്റെ വിലയേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 18-ാം വാക്യം, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ശക്തമായ വചനത്തിൻ്റെ ശക്തിക്കായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. ദൈവവചനത്തിന് ശക്തിയുണ്ട്. അത് നമ്മൾ വേണ്ടതുപോലെ പലപ്പോഴും ഗ്രഹിക്കുന്നില്ല. അത് വേദപുസ്തകത്തിലേക്ക് തന്നെ തിരിയണം. വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പൊ വചനം ആരാണ്? അപ്പൊ ഈ വചനം പറയുന്നത് കേട്ടില്ലെങ്കിൽ ആരെ നമ്മൾ കേൾക്കാതിരിക്കുന്നത്? അങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ടോ? ചില സമയത്ത്. സ്തോത്രം. ദൈവവചനത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ വചനമാണ് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ എല്ലാം എല്ലാം എല്ലാം. വചനത്തിൽ ഒരുവൻ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ വചനം തൻ്റെ പ്രവൃത്തിയെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നു. ഇതിനോട് ചേർത്ത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതാണ്. സ്തോത്രം. നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതായ ഒരു യാഥാർത്ഥ്യം പഴയ നിയമ പുസ്തകവും പുതിയ നിയമവും വരച്ചു കാട്ടുന്നുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് യാത്ര ചെയ്തതായ ഇസ്രായേൽ ജനം ദൈവശബ്ദം കേൾക്കുകയും ദൈവത്തിന്റെ പ്രവർത്തികൾ കാണുകയും ചെയ്ത ഒരു കൂട്ടമാണ് ആര്? ഇസ്രായേൽ ജനം. എന്നാൽ
അവർ കേട്ടതായ വചനങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ വ്യത്യസ്തതയുണ്ടായിരുന്നു. കേട്ടതൊരുപോലെയാണ്, വ്യത്യാസമൊന്നുമില്ല, ഒരുപോലെ എല്ലാവരും കേട്ടു. പക്ഷെ ഹൃദയത്തിനകത്ത് അത് പ്രവർത്തിക്കുന്ന പ്രവർത്തികൾക്ക് വ്യത്യസ്തതയുണ്ടായിരുന്നു. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇന്നും അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ഒരു രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് 12 തെരഞ്ഞെടുത്തത്. തന്നോട് കൂടെ ഇരിപ്പാൻ തിരഞ്ഞെടുത്തതിന് വേണ്ടിയാണ്, കൂടെ ഇരിപ്പാൻ. അതിനുശേഷമാണ് അടുത്ത പ്രവർത്തികൾ ചെയ്യേണ്ടത്. ഈ 12 കർത്താവിന്റെ കൂടെ ഇരുന്നതാ. സ്തോത്രം. കർത്താവ് തന്നെയാണ് തിരഞ്ഞെടുത്തത്. എന്നാൽ അവർ വചനം ഉൾക്കൊള്ളുന്ന ആ പ്രവൃത്തിയിൽ വ്യത്യസ്തതയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യൂദ തെറ്റ് ചെയ്തു എന്ന് ബോധ്യമുണ്ടായിട്ടും പുരോഹിതന്മാരുടെ അടുക്കലേക്ക് പോയത്. മനസ്സിലാകുന്നുണ്ടോ? 3.5 വർഷം കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രവർത്തികൾ കൃത്യമായി കാണുകയും അനുഭവിക്കുകയും ചെയ്തവരാണ്. ഈ രണ്ട് പേരെ അയച്ച കൂട്ടത്തിൽ യൂദയും കാണും. അവനും പോയി യേശുവിന്റെ നാമത്തിൽ അത്ഭുതം ചെയ്തതായിരിക്കാം. എന്നിട്ട് അവന്റെ ജീവിതത്തിൽ ഒരു പരാജയം സംഭവിച്ചു എന്ന് അവന് ബോധ്യം വന്നപ്പോൾ ആരുടെ അടുക്കലേക്ക് പോയി? അതേ കൂട്ടത്തിലുണ്ടായിരുന്ന പത്രോസ്. അവനും ഒട്ടും കുറവല്ലാത്ത തെറ്റ് തന്നെ അവനും ചെയ്തത്. യൂദ ചെയ്തത് ഒരുപക്ഷെ കർത്താവ് അതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടോളൂ എന്ന് ചിന്തിച്ചിട്ടായിരിക്കാം അവൻ എന്ത് ചെയ്തത്. കാരണം പലയിടങ്ങളിൽ നിന്നും കർത്താവ് രക്ഷപ്പെടുന്ന അവൻ കണ്ടിട്ടുള്ളതാണ്. അവന് മണ്ടന് ഈ ബോധ്യമില്ല കർത്താവ് ക്രൂശി ഭരിക്കാൻ വേണ്ടിയാ വന്നേന്നുള്ളത്. അത് പറഞ്ഞിട്ട് മണ്ടേ കയറിയില്ല. സ്തോത്രം. അത് ആരുടെയും കയറിയില്ല, അത് വേറെ കാര്യം. സ്തോത്രം. എന്നാൽ തെറ്റ് സംഭവിച്ചു എന്ന് ബോധ്യം വന്നപ്പോൾ ഒരിക്കൽ ദൈവപുത്രനാണെന്ന്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഏറ്റുപറഞ്ഞ കൂട്ടത്തിൽ ഇവനുമുണ്ടായിരുന്നു. ഇതൊന്നൊന്നായിട്ട് കണക്റ്റായിട്ട് നമ്മൾ പഠിക്കണം. നിങ്ങൾ എന്നെ ആരെന്ന് ചോദിച്ചപ്പോൾ ആ ഉത്തരം പറഞ്ഞ് ചാടിക്കയറി പത്രോസാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. എല്ലാവരും അത് ഏറ്റുപറഞ്ഞു എന്നാണ് വചനം പറയുന്നത്. അപ്പൊ ഇവൻ ഏറ്റു പറഞ്ഞത് അതരം കൊണ്ട് പറഞ്ഞു, ഹൃദയം കൊണ്ട് എന്ത് ചെയ്തില്ല. ആ കൂട്ടത്തിൽ നമ്മളാകരുത്. ഹൃദയം കൊണ്ട് എന്തെങ്കിലും പറയണം, അതരം കൊണ്ട് മാത്രം ജൽപ്പനം നടത്തരുത്. അകത്ത് നിന്നായിരിക്കണം നമ്മുടെ ഏത് വാക്കുകൾ വരുന്നു എങ്കിലും അകത്തു നിന്ന് വരണം. അകത്തു നിന്ന് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രയാസങ്ങളുടെ മുൻപിൽ എന്തു ചെയ്യില്ല. സ്തോത്രം. പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടോ? ഉണ്ട്. അതിന്റെ മുൻപിൽ നിൽക്കണമെങ്കിൽ ഈ വചനത്തോട് ചേർന്ന് നിൽക്കണം. ദാവീദിന്റെ തലയിൽ അഭിഷേക തൈലം വീഴുന്നതിന് മുൻപ് മറ്റുള്ള പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. വീണ് കഴിഞ്ഞപ്പോൾ ഇപ്പം മഹാപ്രശ്നത്തിന്റെ അകത്ത് അവൻ അകപ്പെട്ടു. പ്രശ്നമല്ല, ഒരു മഹാമാരി പോലെ അവന്റെ ജീവിതത്തിൽ പ്രശ്നം വരികയാണ്. തൊടുന്നത് പ്രശ്നം, കാണുന്നത് പ്രശ്നം, പറയുന്നത് പ്രശ്നം, നോക്കുന്നത് പ്രശ്നം, പോകുന്നത് പ്രശ്നം, എല്ലാം പ്രശ്നം. സ്വതന്ത്രം.
ഇപ്പൊ അവൻ തന്നെ പറയുന്നത് ഒരു കാട്ടുകോഴിയെ തേടി നടക്കുന്നത് പോലെ എന്നെ തേടി നടക്കുക എന്ന് അവൻ പറയുന്നത്. ഒന്ന് ചിന്തിച്ചേ. സ്തോത്രം. ഈ ഒരുത്തനെ പിടിക്കാൻ വേണ്ടി 3000 ബിരുദന്മാരുമായിട്ടാണ് ഇപ്പം രാജാവ് വന്ന് കിടക്കുന്നത്. അപ്പോൾ യഥാർത്ഥ അഭിഷേക തൈലം, യഥാർത്ഥ ദൈവിക ബന്ധം നിനക്കുണ്ടെങ്കിൽ പ്രതികൂലം നിശ്ചയമാണ്. അഡ്ജസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ നീ അവിടെ ഇരുന്നോ, ഞാനിവിടെ ഇരിക്കാം. നീ സ്തോത്രം പറഞ്ഞോ, ഞാൻ സൂത്രം കാണിക്കാം. ഒരു കുഴപ്പമില്ല. എന്നാൽ സ്തോത്രം പറയുമ്പോൾ അതിലൂടെ ദൈവശക്തി വ്യാപരിക്കുന്നുവെങ്കിൽ അവിടെ ഇരുന്ന് എന്ത് ചെയ്യും? അതിനെ പ്രശ്നമുള്ളൂ. ദൈവ പൈതൽ എന്ന് പറയുന്നവൻ സൂത്രം കാണിച്ച് നടന്നു കഴിഞ്ഞാൽ ദൈവശക്തി വ്യാപരിക്കില്ല. കുഴപ്പമില്ല. നീ അവിടെ ഇരുന്നോ, ഞാനിവിടെ ഇരിക്കാം. നീ പ്രാർത്ഥിച്ചോ, നീ പാടിക്കോ, നീ എന്ത് വേണേ ചെയ്തോ, ഒരു കുഴപ്പമില്ല. കാരണം ദൈവ സാന്നിധ്യം വെളിപ്പെടില്ലെന്ന് ആർക്കറിയാം? എനിക്കറിയാം. വേർപെടേണ്ട ഇടങ്ങളിൽ നിന്ന് വേർപെടേണ്ടതുപോലെ വേർപെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതൽ ഹല്ലേലൂയ വാസ്തവമായി ദൈവസന്നിധിയിൽ നിന്ന് 2 വാക്ക് പറയുമ്പോൾ ഉയരത്തിൽ നിന്ന് ദൈവ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. ആ സാന്നിധ്യമാണ് അന്ധകാര ശക്തിക്ക് സഹിപ്പാൻ കഴിയാത്തത്. ആ സാന്നിധ്യത്തിന്റെ മുന്നിലാണ് അന്ധകാര ശക്തി കിടകിട വിളക്കുന്നത്. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നിന്റെ ദൈവിക വ്യവസ്ഥയിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നത്. മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ അപകടമാണ്. വചനം പറയുന്നത് ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. സ്തോത്രം. ഈ ലോകത്തോട് അനുരൂപരാകരുത്. ഒന്ന് അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പൊ എന്നാ കുഴപ്പം? സ്തോത്രം. എന്നെ ഈ നാളുകളിൽ ഒത്തിരി ചിന്തിപ്പിക്കുന്ന ചിന്തകളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ആ വിഷയങ്ങൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ അതിനെ വീക്ഷിക്കണം. ദൈവശബ്ദം കേൾക്കുന്ന ഒരു അനുഭവത്തിന് ഉടമകളായി നമ്മൾ മാറണം. നമ്മൾ ചെന്ന് നിൽക്കേണ്ടതായ ഇടമെന്ന് പറയുന്നത് ഒരു വലിയ സമൂഹം ചുറ്റും നിൽക്കുകയാണ്. അതിനകത്ത് ചെന്ന് നിൽക്കാൻ കഴിയണം. കർത്താവിന്റെ അടുക്കൽ ചെല്ലുന്ന കാര്യം പോട്ടെ, ഈ സാക്ഷികളുടെ അടുക്കൽ ചെല്ലാൻ പറ്റുമോ? കർത്താവിന്റെ അടുക്കലേക്കാണ് നമ്മൾ പോകുന്നതെന്നാണ് വീരവാദം അടിക്കുന്നത്. എന്റെ ചോദ്യം, ആ വീരവാദം അവിടെ നിൽക്കട്ടെ. വേദപുസ്തകത്തിൽ കർത്താവിന് വേണ്ടി നിന്ന സാക്ഷികൾ നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. അതിന് നടുക്ക് ചെന്ന് നിന്നിട്ട് സാക്ഷികൾ ഓരോന്നോരോന്നായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയുമെന്നാണ് എന്റെ ചോദ്യം. സ്തോത്രം. വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് നമ്മൾ ചിന്തിക്കണ്ടേ? വെറുതെ വചനം കേൾക്കുമ്പോൾ സ്തോത്രം പറഞ്ഞ് കൈയടിച്ച് 2 കടകടയും പൊട്ടിച്ച് പോയാൽ പോരല്ലോ. ഇത് അകത്തേക്ക് ചെല്ലണ്ടേ? ഇത് ശരിക്ക് ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യണം? അതിനാണ് വചനം പറയുന്നത്. കാലേബിനെ കുറിച്ച് വചനം പറയുന്നത് എങ്ങനെയാ? അവന് വേറൊരു സ്വഭാവം, പറ്റിക്കൽ സ്വഭാവമല്ല, പറ്റി നിൽക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ദൈവശബ്ദം കേട്ട് കഴിഞ്ഞാൽ അത് ഉള്ളതുപോലെ അങ്ങ് വെട്ടി വീഴുന്നു. പിന്നെ അവിടുന്ന് വീണ അവൻ എന്ത് ചെയ്യില്ല? മാറില്ല. അവനെ മാറ്റാൻ ആർക്കും കഴിഞ്ഞിട്ടുമില്ല. 45 വർഷം കഴിഞ്ഞിട്ട് അവൻ പറയുന്നത് യോശുവയോട് പറയുകയാണ്. എന്റെ ഭാഷ പറയുക, എടാ അന്ന് നമ്മൾ പോയത് ഇന്ന സ്ഥലത്തല്ലേ? അന്ന് അവിടെ അനാക്യരൊക്കെ ഉണ്ടായിരുന്നല്ലോ. കണ്ടു പോന്നതല്ലേ നമ്മള്? ആ മലയുന്നതാ, ആ മലയുന്നതാ. അവനാണ് അളന്നു കൊടുക്കുന്നത് യോശുവ. അപ്പൊ അവനോട് ചോദിച്ചു മേടിക്കുക, അവിടെ അനാക്യര ഉണ്ടെന്ന് എനിക്കറിയാം. അന്ന് പോയപ്പോഴുണ്ടായിരുന്നതായ ശക്തി പോലെ
ഇന്നും എനിക്ക് യുദ്ധം ചെയ്യാൻ ശക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവകൃപയിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോയിട്ടില്ലെന്ന് തന്റെ ഇടത്തോടുകൂടി 45 വർഷത്തിന് ശേഷം കാലേബ് യോശുവയോട് പറയുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതലിന്റെ തന്റെ ഇടം. മൂക്കും കുത്തി വീണ് മറിച്ചില് 100 മറഞ്ഞ് എന്നിട്ടും എഴുന്നേറ്റ് നിന്ന് പൊടിയും തട്ടി ഞാനൊന്നും എന്ന് പറഞ്ഞിരിക്കുന്നതല്ല. സ്തോത്രം. അണുവീണ മാറിയിട്ടില്ലെന്ന് അന്നുണ്ടായിരുന്നത് പോലെ ഇന്നും യുദ്ധം ചെയ്യുവാൻ ശക്തി എനിക്കുണ്ട്. സ്തോത്രം. കൃപയിൽ നിന്ന് വീണിട്ടില്ലെന്ന്, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന്, ദൈവകൃപയുടെ മറവിൽ തന്നെയാ ഞാൻ ഇന്നും നിൽക്കുന്നേ. ഹല്ലേലൂയ. യോശുവേ, ആ മലയിലേക്കിത. ഹല്ലേലൂയ. അനാഥരോട് യുദ്ധം ചെയ്യുവാൻ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ എന്നോട് കൂടെ ഉണ്ട്. സ്തോത്രം. അതാണ് തന്റെ ഇടം. പഴയ നിയമ ഭക്തന് അങ്ങനെ ഒരു തന്റെ ഇടമുണ്ടായിരുന്നെങ്കിൽ പുതിയ നിയമ ഭക്തരാകുന്ന നമ്മൾ എത്രത്തോളം ആയിരിക്കണം? തിരുവചനം പറയുന്നത്, എഫേസ്യ ലേഖനത്തിൽ വളരെ കൃത്യമായി പറയുന്നത്, അവന്റെ ശരീരമായ സഭയ്ക്ക് സകല അധികാരവും നൽകിയിരിക്കുന്നു എന്നാ പറയുന്നത്. സ്തോത്രം. ആമേൻ. ശരീരം നമ്മൾ ഓരോരുത്തരുമാണ്. ആമേൻ. അപ്പോൾ ആ അധികാരം അർത്ഥാൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കൈമാറ്റം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാകണം? തന്റെ ഇടമുണ്ടാകണം. തല്ലുണ്ടാക്കാനല്ല, പിശാചിനോട് യുദ്ധം ചെയ്യാൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ. അവിടെ എന്തുണ്ടാകണം? തന്റെ ഇടമുണ്ടാകണം. ആമേൻ. അവിടെ തന്റെ ഇടത്തോടു കൂടെ നിൽക്കാൻ തയ്യാറായാൽ, ആമേൻ, ഏത് പ്രതികൂലവും വരട്ടെ, ഏത് പ്രയാസവും വരട്ടെ, ഏത് സാഹചര്യവും വരട്ടെ, അതിന്റെ മുൻപിൽ നിനക്ക് അനുകൂലമായി നിൽക്കുന്ന, നിനക്ക് വേണ്ടി ചലിക്കുന്ന, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു കരത്തിന്റെ സാന്നിധ്യം, ഒരു പ്രവർത്തിയുടെ അളവൊക്കെ വലിപ്പം നിനക്കായി വെളിപ്പെടുത്തുക. നിന്നോട് കൂടെയുള്ളവർ, നിന്നോട് കൂടെയുള്ളവർ മതിയായവൻ തന്നെ. അവിടെ എന്തില്ല? ഇല്ല എന്നുള്ള ഒരു ചാപ്റ്റർ അവിടെ ഇല്ല. കഴിയില്ല എന്നൊരു സബ്ജക്റ്റ് ഇല്ലെന്ന്. ഏത് വിഷയവും, ഏത് പ്രയാസവും, ഏത് നിലയിൽ വന്നാലും അതിന്റെ മധ്യത്തിൽ തന്റെ അടുത്തോടെ നിൽക്കും. അതിന് വേദപുസ്തകത്തിൽ ദാവീദിനെ കണ്ടുപിടിക്കേണ്ടത് തന്നെയാ. ആര്യം കുരുത്തക്കേടൊക്കെ അവൻ ചെയ്തിട്ടുണ്ട്, സത്യമാണ്. ആമേൻ. എന്നാൽ കുരുത്തക്കേട് ചെയ്തെന്ന് ബോധ്യം വന്നു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഒരു പ്രവാചകൻ വന്നിട്ട് രാജാവിനോട് പറയുകയാണ്, ആ മനുഷ്യൻ നീയാണ്. അത് കേട്ടപാട് അവിടെ ന്യായീകരണം നടത്തുകയല്ല ചെയ്ത്, ആ പ്രവാചകന്റെ പാദപീഠത്തിൽ അർത്ഥാൽ ദൈവസന്നദ്ധയിൽ നെടുമ്പാട് വീണു. ഹല്ലേലൂയ. ആ പാപി ഞാനാണ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞ അവൻ നെടുമ്പാട് വീണപ്പോൾ യഥാർത്ഥമായ ഒരു അനുതാപം അവന്റെ ജീവിതത്തിൽ വന്നു എന്ന് തമ്പുരാൻ കണ്ടപ്പോൾ, ഹല്ലേലൂയ, അവനോട് ഹല്ലേലൂയ ആ പാപം ക്ഷമിക്കുന്നത് അവിടെ കാണുവാൻ കഴിയും. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ അത് കേൾക്കുമ്പോൾ അതിന്റെ പുറകെ നമ്മൾ പോകരുത്. ഇന്ന് സകല പാസ്റ്റർമാരും എമ്പുരാന്റെ പുറകെയാ. സ്തോത്രം.
എന്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ എമ്പുരാന്റെ പുറകെ നീ പോകണ്ട, അത് പോകേണ്ട ആൾക്കാർ പോയിക്കോളൂ. നീ പോകേണ്ടത് തമ്പുരാന്റെ പുറകെയാ. സ്തോത്രം. എമ്പുരാന്മാര് കുറെ എഴുന്നേൽക്കും. ലൂസിഫർ വരുമെന്നേ ഒരു ദിവസം, അത് വരാൻ സമയമായി. പക്ഷെ നീ പോകാൻ ഒരുങ്ങിയിട്ടുണ്ടോ? ആമേൻ. അതാണ് നീ ചിന്തിക്കേണ്ടത്. അത് ചിന്തിക്കാൻ നേരമില്ല. ഈ വാല് കടിച്ചുകൊണ്ട് നടക്കുക. സ്തോത്രം. ആമേൻ. അത് നമ്മുടെ പദ്ധതിയല്ല എന്ന വചനം പറയുന്നേ. തർക്കിക്കാനും വാദിക്കാനും വചനം എന്ത് ചെയ്യുന്നില്ല? അനുവാദം നൽകുന്നില്ല. സ്തോത്രം. ന്യായമായി കാര്യം പറയാം, കുഴപ്പമൊന്നുമില്ല. വാദിക്കാൻ വന്നു കഴിഞ്ഞാൽ മോനെ, സ്തോത്രം. കാരണം ഈ വാദിക്കുന്നവര് മാനസാന്തരപ്പെടാൻ വേണ്ടിയല്ല വാദിക്കുന്നത്. ഒരാളെ വാദിച്ച് വാദഗതിയൊക്കെ നടത്തി വേണമെങ്കിൽ തോൽപ്പിക്കാം. എന്ത് നേട്ടം? ആർക്ക് നേട്ടം? ഒരു നേട്ടവും ആർക്കും ഇല്ല. എന്നാൽ ഒരുവൻ വന്ന് അതിന് യാഥാർത്ഥ്യങ്ങൾ ചോദിക്കുവാൻ താഴ്മയോടെ വരുമ്പോൾ, അത് വരവ് കാണുമ്പോൾ തന്നെ അറിയാം ഇവനെന്തോ അറിയാൻ വേണ്ടി വരുന്നതാണ്. അവനോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വെടികൊണ്ട ഭംഗിയെ പോലെ അവൻ ഓടാൻ തുടങ്ങും. അല്പം കഴിയുമ്പോൾ എവിടെയും വീണ് കിടക്കുന്നത് കാണാം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. വാചകം അടിച്ച് നടക്കുന്നവൻ ഇത് ഇന്ന് നമ്മളോട് വാചകം അടിക്കും, നാളെ വേറൊരാളോട് വാചകം അടിക്കും. സ്തോത്രം. അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. തർക്കിക്കാനും വാദിക്കാനും ദാവീദിന്റെ അടുക്കൽ സഹോദരന്മാർ തുടങ്ങിയപ്പം വചനം പറയുന്ന അവൻ അവിടെ നിന്ന് എന്ത് ചെയ്തു? പതുക്കെ അവിടെ നിന്ന് സ്കൂട്ടായി. ഇതാ ഒരു ദൈവവേദിയിൽ വേണ്ടത്. അവന്റെ ലക്ഷ്യം ആരാണ്? ഗോലിയാത്ത. നമ്മുടെ ലക്ഷ്യം ആരാണ്? ഗോലിയാത്തിന് പകരം പുതിയ നിയമസഭയ്ക്ക് ശത്രുവായ പൈശാചികനാണ്. ആ പൈശാചികനോടാണ് നമുക്ക് യുദ്ധമുള്ളത്. അതിന് ആരോട് ചേർന്ന് നിൽക്കണം? ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം. ക്രിസ്തുവിനോട് ചേർന്നാണോ നീ നിൽക്കുന്നത്? അന്ധകാര ശക്തി മുഴുവനും വന്ന് നിൽക്കട്ടെ. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞതുപോലെ, ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. എനിക്ക് യുദ്ധം നേരിട്ടാൽ ഞാൻ നിർഭയനായി വസിക്കും. വേദപുസ്തകത്തിൽ എഴുതി വെച്ച കാരണം കൊണ്ട് ഞാനത് വിശ്വസിക്കുക. അവനങ്ങനെ തന്നെ ആയിരുന്നിരിക്കണം. അതെന്നാ ധൈര്യമാണ്. നമ്മളോട് ആരെങ്കിലും ഒരാള് ഇവിടെ വാടാ കാണിച്ചു തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാലായിരക്കത് പോലും എന്ത് ചെയ്യില്ല, മഷിയിട്ട് നോക്കിയാൽ പോലും നമ്മളെ കാണില്ല. സ്തോത്രം. എന്നിട്ടാണ് വാചകം അടിക്കുന്നത്. ദാവീദ് പറയുകയാണ്, ഞാൻ നിർഭയനായി വസിക്കും. അവിടെയാണ് അവനും ദൈവമായുള്ള ബന്ധം. സ്തോത്രം. കാട്ടില് കരടിയെയും സിംഹത്തെയും കീറിയപ്പോ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞെന്ന വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതും വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാരണം കൊണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്, സത്യമാകും. കാരണം കള്ളം ഏതായാലും വേദപുസ്തകത്തിൽ എഴുതി വെക്കില്ല. ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളയണമെങ്കിൽ അവന്റെ മേൽ വ്യാപരിച്ച ദൈവശക്തി എന്താണ്? അവ എന്റെ നേരെ തിരിഞ്ഞു. ഉമ്മ വയ്ക്കാൻ വേണ്ടിയല്ല തിരിഞ്ഞത്, അവനെ ഇല്ലാതെയാക്കുവാൻ. ഇല്ലാതെയാക്കാൻ എന്ത് ചെയ്തില്ല? കഴിഞ്ഞില്ല. സ്തോത്രം. ആരെ ഇല്ലാതെയാക്കി? നേരെ വന്നതിനെ ഇല്ലാതെയാക്കി, കീറിക്കളഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. എന്റെ ചോദ്യം, ദാവീദിന്റെ മേൽ അങ്ങനെ ഒരു കൃപ വ്യാപരിച്ചെങ്കിൽ പുതിയ നിയമസഭ, ഹല്ലേലൂയ, നമ്മുടെ അതുപോലെ ദൈവകൃപ, ദൈവശക്തി, ദൈവപ്രവൃത്തി വ്യാപരിപ്പിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമല്ലേ നാം സേവിക്കുന്ന ദൈവം.
പഴയ നിയമത്തിൽ വേറെ ഒരു ദൈവം, പുതിയ നിയമത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ദൈവം. അങ്ങനെയാണോ? അല്ലെന്നേ. പുതിയ നിയമത്തിലുള്ളത് പഴയ നിയമത്തെക്കാളും കൃത്യതയോടുകൂടെ കുറെ കൂടെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമാണ്. പഴയ നിയമത്തിൽ അവരുടെ ഇടയിലായിരുന്നു വാസമെങ്കിൽ പുതിയ നിയമസഭയുടെ ഹല്ലേലൂയ ഹൃദയത്തിനകത്ത് വാസം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിലുണ്ട് വാസം. 2 or 3 പേരുടെ നാമത്തിൽ കൂടി വന്നാൽ അവരുടെ മധ്യയുണ്ട് വാസം. ആമേൻ. അപ്പോൾ പഴയ നിയമത്തെക്കാളും ദൈവ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കുന്നവരാണ് ആര്? എന്നിട്ടും വട്ടം കറങ്ങി നടക്കുക. സ്തോത്രം. ഈ നാളുകളിൽ സഭയാം കുടുംബങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മെ ഓരോ ദിവസവും കാണണം. സ്തോത്രം. കുറവുകൾ ഏറ്റുപറഞ്ഞ് ക്രമീകരണത്തോടെ ജീവിക്കണം. സ്തോത്രം. വ്യാകുലതകൾ മാറ്റണം. ദൈവപ്രവൃത്തി ദേശത്ത് വെളിപ്പെടും. ദൈവമഹത്വം കുടുംബങ്ങളിൽ കാണും. അന്ധകാര ശക്തി തടഞ്ഞു വെച്ചിരിക്കുന്നത്, അവകാശം പറയുന്നത്, വിട്ടുകയില്ലെന്ന് വാദിക്കുന്നത്, ആ പൈശാചികനോട് പറയണോ, പിശാചേ, ഹല്ലേലൂയ, നിനക്ക് എന്റെ കുടുംബത്തിൽ, എന്റെ തലമുറകളിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. വഴി മാറിപ്പോകുവാൻ, എന്റെ അവകാശത്തെ വിട്ടുതരുവാൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുകയാണ്. ആമേൻ. മോശ ഫറവോന്റെ മുൻപിൽ നിൽക്കുമ്പോൾ അവന്റെ കൂടെ ആരുണ്ടെന്നുള്ള ബോധ്യത്തോടെ അവൻ നിൽക്കുന്നേ. ദൈവം അവന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടെയാണ്. ആമേൻ. സ്തോത്രം. ആ ദൈവ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയണം. നമ്മിൽ ആരുണ്ട്? ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. കർത്താവിന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അന്ധകാര ശക്തിയുടെ സകല ആയുധങ്ങളെയും അടിയറവെപ്പിച്ച ജയോത്സവം കൊണ്ടാടിയ ഒരു ഉടമസ്ഥനാണ് നാം സേവിക്കുന്ന നമ്മുടെ കൂടെയുള്ള കർത്താവായ യേശു ക്രിസ്തു. സ്തോത്രം. കുറവുകളെ പരിഹരിപ്പാൻ കഴിവുള്ളവൻ. സ്തോത്രം. നിന്നെ ഉള്ളതുപോലെ അറിയുന്നവൻ. ആ ദൈവ സാന്നിധ്യം വാസ്തവമായി അനുഭവിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ വ്യതിയാനം വരുത്തുവാൻ അവൻ മതിയായവനാണ്. സ്തോത്രം. അവിടെയാണ് ഉറപ്പും ധൈര്യവും ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, യഥാർത്ഥത്തിൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. എത്രയോ ജീവിതങ്ങൾ പണമുണ്ടായിട്ടും സാഹചര്യമുണ്ടായിട്ടും നിരാശയുടെ അടിത്തട്ടിലേക്ക് താണു പോകുന്നു. നമ്മുടെ മിടുക്കുകൊണ്ടാണോ നമ്മൾ ഇതുവരെ നിന്നത്? അല്ലെന്നേ, ദൈവത്തിന്റെ കൃപയാണ്. വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാഞ്ഞിട്ടാണോ? വന്നപ്പോഴും തകർക്കുമെന്ന് വാദിച്ചപ്പോഴും തകർന്നു പോകാതെ വണ്ണം നിന്നെ നിർത്തിയത് ദൈവത്തിന്റെ ഒരു സംരക്ഷണ വലയമാണ്. സ്തോത്രം. ആ സംരക്ഷണ വലയത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമ്മൾ സന്നദ്ധരാകണം. ഹല്ലേലൂയ.
ഞാൻ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്ന അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന ആ സമയം, അവിടെ പരിശുദ്ധയാത്മാവ് അപ്പോസ്തലനോട് പറഞ്ഞു കൊടുത്ത് അപ്പോസ്തലൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് തന്നെത്താൻ ശോധന ചെയ്യണം. ഈ അപ്പം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവർ സ്തോത്രം. തന്നെത്താൻ വിവേചിക്കാതിരുന്നാൽ തനിക്ക് തന്നെ ശിക്ഷാവിധി എന്ത് ചെയ്യുക? സ്തോത്രം. ഒന്നും കൂടെ പറഞ്ഞാൽ വിളിച്ചു വരുത്തുകയാണെന്ന്. ഇങ്ങോട്ട് വന്നോ, എനിക്കിട്ട് തന്നോ. ദൈവമക്കളാകുന്ന നമ്മൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ച തിരുവചനങ്ങൾ നമുക്ക് അനുസരിക്കാൻ വേണ്ടിയാണ് രേഖപ്പെടുത്തി നൽകിയിരിക്കുന്നത്. കാഴ്ചയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ളതല്ല. ആ കേട്ട് മനസ്സിലാക്കി കുഴപ്പമില്ലെന്നും പറഞ്ഞുകൊണ്ട് പോകാൻ വേണ്ടിയുള്ളതല്ല. ദൈവാത്മാവ് നമ്മുടെ ഹൃദയത്തോട് ഇടപെടുമ്പോൾ ആ ഇടപെടുന്ന വചനങ്ങൾ, ആ വചനത്തിൻ്റെ മുൻപിൽ എന്ത് ചെയ്യണം എന്ന് ഒരു ചോദ്യം കർത്താവിനോട് ചോദിച്ച് വീണ്ടും താഴ്മയോടിരുന്ന് ആ വചനം ധ്യാനിക്കുമ്പോൾ ഇന്ന ഇന്ന ഇടങ്ങളിൽ കറക്റ്റ് ചെയ്യാനുണ്ടെന്ന് ദൈവാത്മാവ് ബോധ്യം നൽകും. അങ്ങനെ കറക്റ്റ് ചെയ്യുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മൾ ആത്മീകമായി ഉയരാനിടയാകും. ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അങ്ങനെ ഒരു സമർപ്പണം ഇന്ന് എന്തില്ല, ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. സ്തോത്രം. ഉപദേശിക്കാൻ കുഴപ്പമൊന്നുമില്ല, ഉപദേശിക്കുക. പക്ഷെ ഉപദേശിയുടെ ജീവിതത്തിൽ ഒരു വിഷയം വരുമ്പോൾ ഉപദേശി എവിടെയാണെന്നുള്ളത് അപ്പം അറിയാം. എന്നാ മൂക്കും കുത്തി വീഴുന്ന ഉപദേശിയാണെങ്കിൽ എന്നാ കാര്യം? സ്തോത്രം. അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ മറ്റുള്ളവരെ ഉപദേശിക്കുന്നു, ഞാൻ കൊള്ളരുത്തവനായി തീർന്നു കഴിഞ്ഞാൽ എന്നാ കാര്യം എന്ന് അവൻ ചോദിക്കുന്നേ. ഉപദേശിക്കുന്ന ഉപദേശി നാളെ തലയും കുത്തി വീണ് കഴിഞ്ഞാൽ എന്നാ കാര്യം? നമ്മൾ ഈ കാലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചില യാഥാർത്ഥ്യമുണ്ടല്ലോ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വ്യക്തിത്വമായിരുന്നു KP യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തിത്വം. സ്തോത്രം. എല്ലാ മതസ്ഥരും രാവിലെ കേട്ടുകൊണ്ടിരുന്ന ഒരു വചനമായിരുന്നു. റേഡിയോ വെച്ച് എല്ലാ മതസ്ഥരും കേട്ടിരുന്നു. പക്ഷെ അവസാനം ആ വ്യക്തി എവിടെ പോയി? നിത്യമായ നരകത്തിലേക്ക് ആ വ്യക്തി പോയി. എന്തുകൊണ്ട് പോയി? വചനം പറയുന്നു, ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമാണ്. ആ മനുഷ്യൻ ഉണ്ടാക്കിയത് ആരെങ്കിലും അനുഭവിച്ചോ? ആർക്കറിയാം? ആ വ്യക്തി എന്തെങ്കിലും കൊണ്ടുപോയോ? ഇല്ല. പണം വേണോ? വേണം. പക്ഷെ പണം നമ്മെ ഭരിക്കരുത്. പണം നമ്മെ ഭരിക്കുവാൻ തുടങ്ങിയാൽ നമ്മുടെ ഗതി അധോഗതിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. മുന്നറിയിപ്പായിട്ട് വചനം പറയുന്നല്ലോ. വചനം എന്താണ് പറയുന്നത്? സ്തോത്രം. നിഗളമുണ്ടെങ്കിൽ നാശത്തിലേക്ക് പോകുന്നതാണ് ആ വ്യക്തിത്വം. നിഗളം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ മനസ്സിലാക്കണം, ആ വ്യക്തി അപകടത്തിലേക്ക് നീങ്ങുകയാണ്. ഞാനെന്നുള്ള ഭാവം നിഗളത്തിന്റെ മറ്റൊരു ഭാഗമാണത്. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് തിരുവചനം പറയുന്നത്. വളരെ കൃത്യതയോടുകൂടെ ജീവനത്തിന്റെ പ്രതാപം എല്ലാം വേണമെന്നുള്ളൊരു ചിന്ത. ഞാൻ ഒട്ടും കുറഞ്ഞവനല്ല. സ്തോത്രം. മുന്നറിയിപ്പായിട്ട് പറയുന്ന വാക്കുകളാണല്ലോ കൺമോഹം,
ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. 3 അനുഭവങ്ങൾ. ആദ്യം വരുന്നത് കാണുന്നു. ഹവ്വയ്ക്കും പറ്റിയത് അത് തന്നെയാ, വേറൊന്നുമല്ല. അവൾ ആദ്യം അതെന്ത് ചെയ്തു? കണ്ടപ്പം കൊള്ളാം, അപ്പൊ അതൊന്ന് കിട്ടിയ തിന്നാം. അന്ന് വരെ ഈ ഭൂമിയിലേക്ക് പാപം പ്രവേശിച്ചിട്ടില്ലായിരുന്നു. കവാടം തുറന്നു കൊടുത്തത് അവമ്മച്ചിയ. എന്നാലിപ്പോഴും അനുസരിക്കുന്നുണ്ടോ? ഉള്ള ഗുരുത്തക്കേട് മുഴുവൻ ചെയ്യുന്നതാരാ? നല്ലൊരു ശതമാനം. ആണുങ്ങൾ ചെയ്യുന്നില്ലെന്നല്ല, നല്ലൊരു ശതമാനം ഗുരുത്തക്കേട് ചെയ്യുന്നതിൽ മുൻപന്തിയില് പെണ്ണുങ്ങൾ തന്നെയാണ്. പക്ഷേ നല്ലൊരു ശതമാനം കർത്താവിന് വേണ്ടി മുൻപിൽ നിൽക്കുന്നതും പെണ്ണുങ്ങൾ തന്നെയാണ്, ആണുങ്ങളെക്കാളും. കർത്താവിനെ ശുശ്രൂഷ ചെയ്തിരുന്നവരാരായിരുന്നു? സഹോദരിമാരായിരുന്നു. അവരുടെ വസ്തു വിറ്റിട്ട കൊണ്ടുവന്ന് ശുശ്രൂഷ ചെയ്തിരുന്നേ. അതും ചെയ്യുന്നത് കുരുത്തക്കേട് ചെയ്യാനോ ഒരു മുന്നിലുണ്ട്, നല്ലത് ചെയ്യാനോ ഒരു മുന്നിലുണ്ട്. ഒരു ഭർത്താവിനെ നശിപ്പിക്കാനും അവർ മിടുക്കന്മാരാ, നന്നാക്കി എടുക്കാനും ഒരു മിടുക്കന്മാരാ. ഒരു പെണ്ണ് നിരൂപിച്ചാൽ ഏത് കുരുത്തം കെട്ടേനും എന്ത് ചെയ്യാൻ പറ്റും? നിരൂപിക്കണം. വരച്ച വര എന്ത് ചെയ്യും? പെണ്ണ് നിർത്തും. ആളുകൾ പറയാതെ നീ എങ്ങനെയാണ് ഇങ്ങനൊരു പെൺകോന്തനായത്? ഒരു ഞാഞ്ഞൽ പോലെ ഉള്ളൊരു മനുഷ്യൻ ആനയെ എന്ത് ചെയ്യുന്നു? മെരുക്കിക്കൊണ്ട് നടക്കുന്നു. എന്നതുപോലെ മുഷുക്കും കൊണ്ട് നടന്നിരുന്ന, ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റാത്ത ഒരുത്തനെ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒരു ഞാഞ്ഞൽ പോലെയുള്ള പെണ്ണ് അച്ഛാ അവിടെ ഇരിക്കുന്നു പറയുമ്പോ അവിടെ ഇരിക്കുന്നു, നമുക്ക് പോകാന്ന് പറയുമ്പോ പോകുന്നു. എങ്ങനെയാണ് നീ പെൺകോന്തനായത്? ഇതൊരു യാഥാർത്ഥ്യമാണ്. വളരെ കൃത്യതയോടുകൂടെ വേദപുസ്തകം പറയുന്നുണ്ട്, ഭാര്യയോട് എന്ത് ചെയ്യും? ഭർത്താവിനോട് പറ്റിച്ചേരുന്നല്ല പറയുന്നേ, ഭാര്യയോട് പറ്റിച്ചേരും. ഇരുവരും ഒരു ദേഹമായി തീരും. കുണം പിടിക്കാത്ത പെണ്ണാണെങ്കിലോ അത് ഒരു ദൈവകൃപയാണത്. ദൈവം നൽകിയിരിക്കുന്ന, സഹോദരിമാർക്ക് നൽകിയിരിക്കുന്ന ഒരു കൃപയാണ്. അതൊരു കൃപയാണ്. അപ്പം യഥാർത്ഥത്തിൽ ഒരു പെണ്ണ് നിരൂപിച്ചാൽ ഒരുവൻ എന്ത് ചെയ്യാം? നേരെയാക്കിയെടുക്കാം.